ടെക് ഫോർഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇൻവെർട്ടർ ബൾബ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് 2200 mAh ബാറ്ററിയാണ്. ഇതിൻ്റെ ബാക്കപ്പ് ടൈം ഏകദേശം ഒരു 3-3.5 മണിക്കൂർ ലഭിക്കും. അതുപോലെ ഡ്രൈവർ ബോർഡ്, അതുപോലെ തന്നെ MCPCB ആയാലും ഡിഫ്യൂസറും ഹൗസിങ്ങും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് 2 വർഷം വരെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി കൊടുക്കാം. ഞാനിപ്പോൾ 1 വർഷമാണ് കൊടുത്തിരിക്കുന്നത് റീപ്ലേസ് വാറണ്ടി. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്കിതിൻ്റെ മെറ്റീരിയൽ പരിചയപ്പെടാം. ഇതിൻ്റെ ഹൗസിങ്, അതുപോലെ ഇത് ബേസ് ഓറിൻ എന്നൊക്കെ പറയും. അതുപോലെ തന്നെ ഇതിൻ്റെ MCPCB ആണത്. ഡിഫ്യൂസർ, അതുപോലെ B22 ക്യാപ്പ്, പിന്നെ ബാറ്ററി കണക്ടർ, അതുപോലെ ബാറ്ററി, പിന്നെ സ്ക്രൂവ്, അതുപോലെ ഡ്രൈവർ ബോർഡ്. ഇനി നമുക്ക് ഈ ബാറ്ററിയിലേക്ക് കണക്ടർ വയർ സോൾഡർ ചെയ്യാം. ഇതിൻ്റെ ഈ പരന്നിരിക്കുന്ന വശമാണ് മൈനസ്. അവിടെ നമുക്ക് ഇതിൻ്റെ ബ്ലാക്ക് വയർ സോൾഡർ ചെയ്യാം. അതുപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് വശത്ത് നമുക്ക് റെഡ് വയർ ഇതുപോലെ സോൾഡർ ചെയ്യാം. അതിനുശേഷം ഞാൻ ഇതുമേൽ ഇൻസുലേഷൻ ടേപ്പ് ഒരു 2 ചുറ്റി ഇതിൻ്റെ 2 വശവും മൂടി ക്ലിയർ ആക്കി എടുക്കാം. ഇനി ഇതിൻ്റെ അടിവശം, അതായത് മൈനസ് വശം, നമുക്ക് ഈ ഹൗസിങ്ങിൻ്റെ അടിയിലോട്ട് പ്രസ് ചെയ്ത് വെക്കാം. ഇതുമ്മ ലോക്കായിരുന്നുള്ളൂ അടിവശത്ത്. ഇനി ഈ ഡ്രൈവർ ബോർഡിൻ്റെ കണക്ഷനെ പറ്റിയിട്ട് വിവരിക്കാം. ഈ ഡ്രൈവർ ബോർഡിൻ്റെ വെള്ള വയറിനോടത്താണ് 230 വോൾട്ട് AC കൊടുക്കേണ്ടത്. അവിടെ 2 ഫ്യൂസബിൾ റെസിസ്റ്റർ ഉണ്ട്, ഒരു MOV ഉണ്ട്. അത് ഈ ബോർഡിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അതുപോലെ ഈ വെള്ള വയറിന് പകരം നമുക്കൊരു നീലയാവാം, റെഡാവാം, അതുപോലെ ഗ്രീനൊക്കെ ആവാം, മാറി വരും. അതുപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള 3 വയറുണ്ട്. ഒരു റെഡും ഒരു ബ്ലാക്കും ഒരു വെള്ളയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റെഡ് പ്ലസും ബ്ലാക്ക് മൈനസും പിന്നെ F എഴുതിയിരിക്കുന്നത് ഒരു വെള്ള വയറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ PCB ലൈറ്റ് LED PCBയിലും ഇതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തെറ്റാണ്ട് സോൾഡർ ചെയ്ത് കൊടുക്കാം. ഇനി ചെയ്യേണ്ടത് ഈ ഡ്രൈവർ ബോർഡിൻ്റെ മെയിൻ വയർ 230 വോൾട്ട് കൊടുക്കുന്ന ആ മെയിൻ വയർ ഈ ഹൗസിങ്ങിൻ്റെ ബാറ്ററിയുടെ 2 സൈഡിൽ കൂടെ പുറത്തേക്ക് എടുക്കാം. ഇവിടെയാണ് 230 വോൾട്ട് കൊടുക്കേണ്ടത്. ഇവിടെയാണ് നമുക്ക് ഈ B22 ക്യാപ്പായിട്ട് സോൾഡ് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് ഈ ബാറ്ററിയുടെ കണക്ഷൻ ഇതുമ്പോൾ ക്ലിപ്പ് ചെയ്ത് വെക്കാം ഇതുപോലെ. എന്നിട്ട് ബോർഡ് കമഴ്ത്തി വയ്ക്കാം. കമഴ്ത്തി വെക്കുന്നതിന് മുമ്പ് ആ 3 വയർ ഈ സെൻറ്ററിൽ കൂടെ, ഈ ഹോളിൽ കൂടെ പുറത്തേക്ക് ഇടണം. ഈ ബോർഡിൻ്റെ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. ഇനി ബേസുമ്മൽ ഈ LED പാനൽ നമുക്ക് ഇത് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കണം. ഇനി ഈ B22 ക്യാപ്പ് നമുക്ക് ഫിറ്റ് ചെയ്യാം. ഈ 2 വയർ ഈ B22 ക്യാപ്പിൻ്റെ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതുപോലെ പുറത്തേക്ക് എടുക്കുക. അതിനുശേഷം ഇങ്ങനെ നല്ലോണം 2 സൈഡിലേക്ക് നല്ലോണം പ്രസ് ചെയ്ത് മടക്കി വെച്ചിട്ട് സോൾഡ് ചെയ്തെടുക്കാം. ഇനി ഈ വശം നല്ലവണ്ണം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഔട്ട് വയർ 3 വയർ എടുത്ത് വീഡിയോയിൽ കാണുന്നത് പോലെ
ഇതുപോലെ പുറത്തേക്ക് ഇടുക. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹൗസിങ്ങിൻ്റെ സൈഡിൽ ഒരു ചെറിയ വെട്ട് കാണാം, അതുപോലെ ഇതിൻ്റെ ബേസിൻ്റെ സൈഡിലൊരു ചെറിയൊരു വെട്ട് കാണാം. ഇത് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ലോക്ക് ചെയ്തിട്ട് പതുക്കെ പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ലോക്ക് ആയിക്കോളും. ഇനി ഈ 3 വയറും നമുക്ക് സോൾഡർ ചെയ്തെടുക്കാം. ഇനി ക്രിമ്പിംഗ് ടൂൾ എടുത്തിട്ട് നമുക്ക് ഈ B22 ക്യാപ്പിനെ നമുക്ക് ക്രിമ്പ് ചെയ്തെടുക്കാം. ഇനി ഇത് ഊരിപ്പോരില്ല, നല്ലവണ്ണം ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി ചെക്ക് ചെയ്ത് നോക്കാം, കത്തുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഡിഫ്യൂസർ വെച്ചിട്ട് സെറ്റ് ചെയ്യാം. രണ്ട് സൈഡിലെ വെട്ട് കറക്റ്റാക്കിയിട്ട് ഡിഫ്യൂസർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അപ്പോൾ ലോക്ക് ആയിക്കോളും. ലോക്കായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. അതുപോലെ എല്ലാ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ മാക്സിമം ഷെയർ ചെയ്തേക്കണേ. തൊട്ടടുത്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.